ചില ആളുകൾ മനസ്സിലാക്കുന്നത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തെ പൊളിച്ചു കളയലാണ്. അതാണോ മതസൗഹാർദ്ദം? അമുസ്ലിമായ മനുഷ്യരെ കൊണ്ട് പള്ളി കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുക, ഇതാണോ മതസൗഹാർദ്ദം? മുസ്ലിമിനെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ നിന്ന് അവരെ കൊണ്ട് ആരാധന എടുപ്പിക്കുക, അതാണോ മതസൗഹാർദ്ദം? ആണോ? ഇനി മതസൗഹാർദ്ദം എന്നാ പറയാ, അതിന് മതം പൊളിച്ചു കളയാന്നാ പറയാ. കുറ്റിയാടി സിറാജുൽ ഹുദയിലേക്ക് വന്ന ഒരു മറ്റേ അമ്പല കമ്മിറ്റിക്കാരുമായി ഒരിക്കലും ഞാൻ സംസാരിച്ചപ്പോ അവരുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ വർക്കിന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരാളയക്കാന്ന്. അപ്പൊ ഉടനെ ഈ കമ്മിറ്റിക്കാർ പറയാണ് അമ്പലത്തിലേക്ക് അയക്കരുതേ. ഞാൻ പറഞ്ഞു അമ്പലത്തിലേക്ക് അയക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവർ ഉടനെ മറുപടി അറിയണം അമ്പലത്തിലേക്ക് അയക്കരുതേ. അപ്പൊ പഠിക്കാൻ വേണ്ടി ചോദിക്കാണ്, ഞാൻ എന്തായാലും അയക്കൂല എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു അമ്പലത്തിലേക്ക് അസമയത്ത് അയച്ചാൽ അശുദ്ധിയായി പോകും. മുസ്ലിമീങ്ങൾ അസമയത്ത് അമ്പലത്തിൽ വന്ന അമ്പലം അശുദ്ധിയായി പോകും. പിന്നെ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും, അയക്കാൻ പാടില്ല. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടൊരു അനുഭവമാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ അയാൾ ഇന്ന് കേട്ടതാണ്. ഉണ്ടതാണോ ഇല്ലാത്താണോ എന്ന് എനിക്കറിയില്ല. അമ്പലത്തിലേക്ക് ആ സമയത്ത് മുസ്ലിമീങ്ങളൊന്ന് അശുദ്ധിയായി പോകും. ഞാൻ അയാളോട് എന്നാ പിന്നെ ഒന്ന് അശുദ്ധിയായിട്ട് കാണാം എന്ന് ഞാൻ പറയാൻ പാടില്ലോ, പറയാൻ പാടില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ പിന്നെ അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ കടന്നു കയറാൻ പാടില്ല നമ്മള്. അവരെ വിശ്വാസം അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? അവരെ വിശ്വാസം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുക നമ്മള് കുറെ ആളുകൾ. എന്നിട്ട് മതസൗഹാർദ്ദമാണ് എന്ന് പറയാം, അതാണോ മതസൗഹാർദ്ദം? അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ. ചില ആളുകൾ മനസ്സിലാക്കിയത് ക്രിസ്മസ് വരുമ്പോ ചോന്ന തൊപ്പിയിട്ടാലേ അത് ഭയങ്കര മതസൗഹാർദ്ദമാണ്. ഏത് നോപ്പി? ഞാനിട്ട് നോപ്പിയല്ലോ. ഇത് അലസറിൽ നിന്ന് വിരുദ്ധമാകുമ്പോ അവരിട്ട് തന്ന തൊപ്പിയാ. അതിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞ. അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇടുന്നൊരു തൊപ്പിയുണ്ട്. ആ തൊപ്പിയിടല് അത് ഭയങ്കര പുണ്യാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരായ ചില ആളുകൾ ഇത് ധരിച്ചിട്ട് ഭയങ്കര മതസൗഹാർദ്ദമാണ് എന്ന് പറയാ. എന്തായി പറയുന്നത്? അവരെ യഥാർത്ഥത്തിൽ പുച്ഛിച്ച് ചിന്തിക്കണം. നിങ്ങൾ അവരെ വഷളാക്കുകയാണ് അവരെ ആശയത്തെ. നിനക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഒരിക്കലും പ്രവാചകൻ മാത്രമാണ്, ഒരിക്കലും റബ്ബല്ല, റബ്ബിന്റെ മകനല്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നിട്ട് അവരെ വിശ്വാസത്തിന് പങ്കുചേരാൻ വേണ്ടി വെറുതെ റാലി വിളിച്ചു കൊടുക്കുക, അല്ലെ അവരെ കൂടെ നടന്നു കൊടുക്കുക. അവരെ വിശ്വാസ നീ എന്തിനാ കളിയാക്കാൻ പോകേണ്ട ആവശ്യം? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ അവന്റെ വിശ്വാസത്തിന് വേണ്ട, നിന്റെ വിശ്വാസമായിട്ട് ജീവിക്കുന്നീ. അവിടെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇപ്പൊ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം അമുസ്ലിമിനോട് സലാം പറയാൻ പാടില്ല. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വലൈക്കും എന്നാണ് പറയേണ്ടത്. വലൈക്കും സലാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എങ്ങനെങ്കിലും ഒരു ഇബാദത്ത് എടുപ്പിക്കാന്ന് വിചാരിക്കരുത്. എങ്ങനെങ്കിലും അവരെ കൊണ്ടൊരു സലാം പറയിപ്പിച്ചിട്ട് ഒരു സലാമെങ്കിലും നിസ്കരിപ്പിക്കാനൊന്നും പോരെ കൊണ്ടാവൂല. എന്നാൽ ഒരു സലാമെങ്കിലും അവരെ കൊണ്ട് പറയിപ്പിച്ച് കളയാന്ന് ചിന്തിക്കരുത്. ആ ചിന്ത തെറ്റാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും വലൈക്കും എന്നേ പറയാൻ പാടുള്ളൂ. ഒന്നുകൂടി പറയാ അന്യ പുരുഷനോടൊരു പെണ്ണ്, അന്യയൊരു പെണ്ണ്, അത് വയത് പറയാൻ വന്ന മൊയിലാരാണെങ്കിൽ പോലും മൊയിലാരോട് ഒറ്റക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മടക്കുന്നതിന്റെ വിധി ഹറാമാണ്. അല്ലേ ഉസ്താദേ? ഹറാമല്ലേ? ഒരു അന്യ പെണ്ണ് ഇങ്ങോട്ട് വന്ന് വയത് പറയാൻ വന്ന മൊയിലാരോടാണെങ്കിൽ പോലും ആരോടാണെങ്കിലും ഇങ്ങോട്ടൊരു പെണ്ണ് പറയുന്ന സലാം അത് ഹറാമാണ്. പുരുഷൻ അങ്ങോട്ട് പറയുന്നതിന്റെ വിധി കറാഹത്താണ്. മതസൗഹാർദ്ദം ഇല്ലാഞ്ഞിട്ടാ? മതസൗഹാർദ്ദം ഇല്ലാഞ്ഞിട്ടാ? സ്വന്തം ഭാര്യന്റെ അനുജത്തി അസ്സലാമു അലൈക്കും എന്ന് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് പറയാണ്. എന്നാൽ മടക്കുന്നതിന്റെ വിധി ഹറാമാണ്. ശറഈന്റെ വിധിയാ പറയുന്നത്. മതസൗഹാർദ്ദം ഇല്ലാഞ്ഞിട്ടല്ല, ഇബാദത്താണ്. ഇബാദത്തായിട്ട് കാണും. അല്ലാതെ അവിടെ പിന്നെ മതസൗഹാർദ്ദമാണ് മറ്റേതാണ് എന്ന് പറഞ്ഞ് കലവിലുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ചിലർക്ക് തോന്നും ആണും പെണ്ണും ഒരുപോലെ അല്ലാത്തത് കൊണ്ടല്ലേ മൊയിലിയാരെ ആണും പെണ്ണും ഒന്നിക്കുന്ന മേഖലയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ? അതിന് പ്രത്യേക രേഖയൊന്നും വേണ്ടല്ലോ. അപ്പൊ ചില ആളുകൾ ചോദിക്കും അത് എല്ലായിടങ്ങളിലും അതന്നല്ലേ ഇസ്ലാം എല്ലായിടത്തും പറഞ്ഞത്. ഇസ്ലാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എവിടെയും അന്യപെണ്ണായി കാണണമെന്നാ പറയുന്നത്. അല്ലാതെ ഇന്ന സ്ഥലത്ത് മാത്രം അന്യപെണ്ണ്, വേറെ സ്ഥലത്തും അന്യപെണ്ണ്, അങ്ങനെയില്ല. മൊയിലിയാർക്കൊരു നിയമം, കാളിയാർക്കൊരു നിയമം, നാട്ടുകാർക്കൊരു നിയമമല്ല. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെയല്ലേ? എല്ലാവർക്കും ഒരു നിയമമാണ്. ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അന്യപെണ്ണിനെ അന്യപെണ്ണായിട്ട് കാണാൻ കഴിയണം, അന്യപുരുഷനായിട്ട് കാണാൻ കഴിയണം. ഞങ്ങൾ ഒന്നിച്ചൊരു ക്ലാസ്സിലല്ലേ മുസ്ലിയാരെ? അപ്പോഴേക്കെങ്ങനെ ഇത് ജായിസാകല്? ഒന്നിച്ചൊരു ക്ലാസ്സിലിരിക്കുമ്പോഴേക്ക് അവളെ കാണലും തൊടലും ജായിസാകുമോ? ഇല്ല. അങ്ങനെ അനുവദിച്ചു കൊടുത്ത പല രാജ്യങ്ങളിലും പോയാൽ, അതൊക്കെ വലിയ ഹരമായി കിടന്ന പല രാജ്യങ്ങളിലും പോയാൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ കിട്ടുമോ?
അനുഭവമാ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള നാടുകളിൽ പോയാൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇല്ല ഇല്ല, ഒരിക്കലും നിന്നോട് അന്യപെണ്ണിനോട് അങ്ങനെ സലാം പറയരുത് എന്ന് പറഞ്ഞത്, അവൾ സലാം പറഞ്ഞാൽ മടക്കരുത് എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവ് വരുന്നത് കൊണ്ടല്ല. ഒരു പെണ്ണ് എന്നോട് അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് പിന്നെ തന്നില്ലേ ഒരു മോശാവും, അതുകൊണ്ട് അള്ളാഹ് എന്നോട് സലാം മടക്കരുത് എന്ന് പറഞ്ഞത് അല്ല, നിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ. പ്രത്യേകിച്ച് ഒരു പെണ്ണ് പുരുഷനോട് അങ്ങോട്ട് പോയിട്ട് തോണ്ടുന്നതാവുമ്പോ സ്വാഭാവികമായി അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഒരു പുരുഷൻ അങ്ങോട്ട് ഒരു പെണ്ണിനോട് പറയുമ്പോ ചിലപ്പോൾ പെണ്ണിന്റെ മനസ്സ് ഏതെങ്കിലും ഒരു കൽബുമായി മുതഅല്ലിഖായ ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൃദയമാണെങ്കിൽ അവളെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് പുരുഷനാണെങ്കിൽ ആ പുരുഷനോട് അങ്ങോട്ട് പോയി ഒരു പെണ്ണ് സലാം പറഞ്ഞ അല്ലെങ്കിൽ ഒരു തുടക്കം കുറിച്ചാൽ ഉദ്ദേശിച്ചത് സലാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയാ, ചിലപ്പോ ചില ആളുകളുടെ സ്വലാത്തിന്റെ പേരിൽ ഭയങ്കര ജോറാക്കുന്ന പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് സ്വലാത്താക്കുന്ന ചില ആളുകൾ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്യ പെണ്ണിനോട് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ട് വല്ലാതെ പ്രോത്സാഹനം കൊടുക്കാൻ ആവേശം കിട്ടുന്ന ചില സ്വഭാവക്കാരുണ്ട്. എന്റെ ഉമ്മമാരെ, അന്യ പുരുഷനുമായി ഉറക കലർന്നിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അരുത് കേട്ടോ. ഞാനുമായി വളരെ ബന്ധമുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകട്ടെ. ഞാൻ ചോദിച്ചാൽ എന്തിനാണ്? അത് നിങ്ങളെ വയല് മാത്രം ആളുകൾക്ക് അയച്ചു കൊടുക്കാനാണ്. അത് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടുന്നത് എന്തിനാണ്? പുരുഷന്മാരെ മാത്രം പോരെ. അപ്പൊ അയാൾ പറഞ്ഞു, ആണും പെണ്ണൊക്കെ കലവിലായാലല്ലേ സ്ത്രീകൾക്കും വയത് കിട്ടുള്ളൂ, അതിനു വേണ്ടിയാണ്, വേറൊരു ഉദ്ദേശവും ഇല്ല. ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ പേരിൽ പറ്റൂല. അയാൾ ചോദിച്ചു, വയത് കേൾക്കൂലേ? വയത് തൽക്കാലം കേട്ടില്ലെങ്കിലും സാരമില്ല, അങ്ങനെ ഒരു സംഗതിക്ക് അനുമതി തരാൻ നിർവാഹമില്ല. വയലുകൾ കടന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബുകൾ ലഭ്യമാണ്, ലിങ്കുകൾ ലഭ്യമാണ്. അവിടെയൊക്കെ വഴിപ്പെടാനും ബന്ധപ്പെടാനും അവസരങ്ങളുണ്ട്, കേൾക്കാൻ അവസരങ്ങളുണ്ട്. എന്തിനാ ഉമ്മമാരി അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു സലാത്ത്, അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു സലാത്ത് പങ്കെടുക്കേണ്ടതില്ല. അങ്ങനെ തുടങ്ങിയവരൊക്കെ നീയത്ത് മോശാണ് എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, തുടങ്ങിയവരെ നീയത്ത് വളരെ പ്യുവറാണ്, ചിലപ്പം വളരെ നല്ല നീയത്താണ്. അവരൊക്കെ സ്വലാത്ത് ചെല്ലട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്, ചെയ്യുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇബ്ലീസ് കടന്നു വരുന്നത് എവിടെയാണെന്നറിയില്ല. ചിലപ്പോ എത്ര സ്വലാത്ത് ചൊല്ലി എന്ന് ചോദിക്കുമ്പോ 1,00,000 സ്വലാത്ത് എന്നാ പറഞ്ഞത്. അപ്പോഴാണ് സ്വലാത്ത് ചൊല്ലിയ ഉമ്മാക്കൊരു ദുആ. ഇങ്ങനെ ഇത്ര ചെറിയ സമയം കൊണ്ട് 1,00,000 സ്വലാത്ത് ചൊല്ലിയ ഉമ്മയാണല്ലോ, പെങ്ങളാണല്ലോ. ആ പെങ്ങൾക്ക് റബ്ബ് ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോഴാ പെങ്ങൾക്ക് തോന്നിയത് ഉസ്താദിനോട് ആമീൻ എന്ന് പറയുമ്പോ പ്രൈവറ്റ് ആയിട്ട് ഒരു മെസ്സേജ് അങ്ങ് അയക്കാം. ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, എല്ലാരും ഇടയിൽ ഇങ്ങനെ കുറെ സംസാരിക്കണ്ട, അത് നമ്മൾ മാത്രമായ കുഴപ്പമൊന്നുമില്ലല്ലോ, ആമീന്ന് മാത്രം അങ്ങ് അയക്കാം. അപ്പോഴാ പെണ്ണിന് തോന്നി ഇതൊരു ശുക്രൻ എന്ന് പറയാം. അപ്പൊ മൊയ്ലിയാർക്ക് തോന്നി ഒരു വെൽക്കം എന്ന് പറയാം. എന്തിനാണ് നീ ഇങ്ങനെയുള്ള വഴികൾ തുറക്കേണ്ട ആവശ്യം? ഇബ്ലീസ് എതിലെയാ കടന്നു വരുന്നത് എന്നറിയില്ലല്ലോ. സ്വലാത്ത് ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലാനുള്ള കൂട്ടായ്മകൾ വേണം. അന്യ പെണ്ണുമായി കലർന്നുണ്ടെന്ന് വേണ്ടതില്ല.